رمضان ده رحمة من ربنا نعمة بيحل حياتنا ويفرش ورود. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമളാനിലെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു 100,000 പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്, നേരിട്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നാം സഹിച്ചു കൊണ്ടിരിക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങൾക്കുമെല്ലാം പരിഹാരമാണ് നമ്മെ പടച്ച, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് സർവസ്വവും നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നത്, അവനെ ഓർക്കുക എന്നത്, അവന് ദിക്റ് ചൊല്ലുക എന്നത് നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്റ് ചൊല്ലുക എന്നത്, റബ്ബിനെ ഓർക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കാൻ കാരണമാണ്. നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ, നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കാൻ, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനുള്ള ഒറ്റമൂലിയാണ് അള്ളാഹുവിനെ ദിക്റ് ചൊല്ലൽ, അള്ളാഹുവിനെ ഓർക്കുക എന്നത്. ഇത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയുമെല്ലാം അവൻ നേരിടേണ്ടത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അള്ളാഹുവിനെ ദിക്റ് ചൊല്ലിക്കൊണ്ടാണ്. വിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്റ് ചൊല്ലുക, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുക. രാവിലെയും വൈകുന്നേരവും, പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്റ് ചൊല്ലണേ, അള്ളാഹുവിനെ സ്മരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ഈ ബുദ്ധിമുട്ടിൽ നിന്നും ഈ പ്രയാസത്തിൽ നിന്നും നമുക്ക് കരകയറാനും നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാനും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനുമുള്ള വലിയൊരു പരിഹാരമാണ് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും വലിയ ടെൻഷനുകളും ഡിപ്രഷനുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് മാനസിക വൈമനസ്യവും മാനസിക വിഷമങ്ങളുമായി നമ്മളൊക്കെ പേറി നടക്കാറുണ്ട്. പലപ്പോഴും ഡിപ്രഷൻ വന്ന് ജീവൻ തന്നെ അവസാനിപ്പിക്കുന്ന ഘട്ടങ്ങളിലേക്ക് മനുഷ്യർ ചെന്നെത്താറുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയങ്ങളിലൊക്കെ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിച്ച് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും അള്ളാഹുവിൻ്റെ കഴിവിലും അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളിലും വിശ്വസിച്ചുകൊണ്ട് അവനെ മനസ്സിലാക്കി എല്ലാം റബ്ബെനിക്ക് തന്നതാണ്, അവൻ തിരിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായി കഴിഞ്ഞാൽ രോഗം തരുന്നതും അള്ളയാണ്, ആ രോഗം മാറ്റിത്തരുന്നതും അള്ളയാണ്. ഇങ്ങനെ മുസീബത്ത് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സന്തോഷവും സന്താപവും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളൊരു ധാരണ, എന്നുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ഒരു കഷ്ണം കയറിൽ അവൻ്റെ ജീവനൊടുക്കാൻ അവന് സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഒരു തടവറയാണ്, ഒരു ജയിലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ലോകത്ത് അവൻ ഏൽക്കേണ്ടി
വരും, ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വരും. അതെല്ലാം പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ആ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം അവന് ലഭിക്കുകയാണ്, പ്രതിഫലം അല്ലാഹുവിന് നൽകുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാ കടന്നുപോയത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ജീവിതത്തിൽ അവർ കഴിഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എത്ര പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അറിയില്ലേ നമുക്ക്. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല അൻഹു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വിവസ്ത്രനായി പാവപ്പെട്ട ബിലാൽ തങ്ങളെ ഉമയ്യത്തെന്ന് പറയുന്ന യജമാനൻ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഉരുട്ടി വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് അവിടുത്തെ നെഞ്ചിൽ കയറ്റിവെച്ച് ചാട്ടവാറ് കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു പറഞ്ഞുകൊണ്ടിരുന്നത് അഹദ് അഹദ് എന്ന മന്ത്രധ്വനികളായിരുന്നു. ആലോചിച്ചു നോക്കിയേ, അവരൊക്കെ സഹിച്ച സഹനങ്ങൾ. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, അബൂജഹൽ വന്നുകൊണ്ട് ആ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്പ് കൊണ്ട് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയപ്പോൾ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വനിതയായി മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ മാറിയെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരൊക്കെ സഹിച്ച സഹനങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സഹനമൊന്നും ആ ഒരു പ്രയാസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് മുസീബത്ത് വന്നാലും ക്ഷമിക്കാനുള്ള മനസ്സാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അത്തരം മാനസികാവസ്ഥ നമുക്ക് വേണം. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഡിപ്രഷൻ ഉണ്ടാകാവുന്ന ചില കാരണങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു 3 കാരണങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഒരു മനുഷ്യൻ്റെ അവൻ്റെ മനോഭാവമാണ്, അവൻ്റെ ചിന്തയാണ്. എന്താണ് അവൻ ചിന്തിക്കുന്നത്? അല്ലാഹു അവൻ കഴിവില്ലാത്തവനാണ്, അവൻ ഖാദിറല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗമുണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇനി ഇവൻ രക്ഷപ്പെടില്ല, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ നമ്മളങ്ങ് തീരുമാനിച്ചു പോയി, ഇനി ഇവനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല, ഇനി ഇവനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല, അള്ളാഹുവിനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊരു വിശ്വാസം മുഅ്മിനിനെ വേണ്ടെടുത്ത് അവൻ ചിന്തിക്കുകയാണ്, ഇനി ഒരാൾക്കും ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, അള്ളാഹ്ക്ക് പോലും കഴിയില്ല എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരുമ്പോൾ അവന് ഡിപ്രഷൻ വരികയാണ്. ആലോചിക്കണം, ആ ഒരു വിശ്വാസം മുഅ്മിന് ചേർന്നതല്ല. അതല്ലെങ്കിൽ അള്ളാഹുവിന് കഴിവൊക്കെയുണ്ട്, പക്ഷേ എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ രോഗമറിയാൻ അള്ളാഹുവിന് കഴിയില്ല എന്നൊരു ചിന്ത മനുഷ്യന് വരിക. അള്ളാഹു കഴിവുള്ളവൻ തന്നെയാണ്, പക്ഷേ എൻ്റെ രോഗം മാറ്റാൻ അതിന് അള്ളാഹു അറിയുന്നവനല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതും പ്രശ്നമാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിനൊക്കെ കഴിവുണ്ട്, അള്ളാഹുവിൻ്റെ രോഗം അറിയുന്നുണ്ട്, പക്ഷേ അങ്ങനെ അറിയുന്നുണ്ടെങ്കിലും എൻ്റെ രോഗം അവൻ മാറ്റിത്തരില്ല എന്ന തരത്തിലുള്ള ഒരു വിശ്വാസവും ചിന്തയും വെച്ച് പുലർത്തുക. ഈ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഇതുകൊണ്ട് മനുഷ്യന് ഡിപ്രഷൻ വരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കലും ഇത്തരത്തിലുള്ള ചിന്ത വെച്ച് പുലർത്താൻ പാടില്ല. കുഫറിലേക്ക് പോകുന്ന, സത്യനിഷേധത്തിലേക്ക് പോകുന്ന ചിന്തകളാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ വെച്ച് പുലർത്തുന്നത്. അള്ളാഹ്ക്ക് കഴിവില്ലാത്ത വല്ല സംഗതികളുമുണ്ടോ? ഏതൊക്കെ ഡോക്ടർമാരും അടക്കിയാലും, എന്തൊക്കെ വലിയ രോഗമാണെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടതെന്താ, നമ്മൾ ചിന്തിക്കേണ്ടതെന്താ? ഈ രോഗം തന്നത് അള്ളാഹുവാണ്. അത് എത്ര വലിയ മാറാ രോഗമായിക്കോട്ടെ, ഇത് മാറ്റാനും എൻ്റെ റബ്ബിന് കഴിയും എന്നുള്ള വിശ്വാസമല്ലേ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? അതല്ലെങ്കിൽ അള്ളാഹു എല്ലാം കഴിയുന്ന റബ്ബ്, എൻ്റെ രോഗം അവൻ അറിയാമല്ലോ, എല്ലാം അറിയുന്നവനല്ലേ റബ്ബ്, എൻ്റെ റബ്ബ് എൻ്റെ രോഗം മാറ്റിത്തരും എന്നുള്ള ശുഭാപ്തി വിശ്വാസമല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്? അത്തരത്തിലുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ അള്ളാഹുവിൻ്റെ കഴിവിലും അള്ളാഹുവിൻ്റെ അറിവിലുമെല്ലാം നമ്മൾ കുറവ് കണ്ടെത്തുകയും അത്തരത്തിലുള്ള ഒരു വിശ്വാസ
കുറവ് നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യുമ്പോൾ നമ്മളുടെ വിശ്വാസം തന്നെ തെറ്റിപ്പോകാൻ കാരണമാകുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ധാരാളം അള്ളാഹുവിനെ ഓർക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം, അള്ളാഹുവിനെ ദിക്ർ ചെല്ലാൻ നമ്മൾ കണ്ടെത്തണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്ന ആളുകളെ കുറിച്ച് വലിയ രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ മറർതും ബിരിയാദിൽ ജന്ന ഫർതഉ ഫിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ സ്വർഗീയ തോപ്പിനരികിലൂടെ നടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ആ സ്വർഗീയ തോപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഉളരിക്കടക്കണേ, വേഗം അതിലോട്ട് കടക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ സ്വർഗീയ തോപ്പ്? സ്വർഗീയ തോപ്പിൻ്റെ അരികിലൂടെ നടന്നു പോയാൽ അതിൻ്റെ ഉള്ളിലോട്ട് വേഗം കടക്കാൻ തങ്ങൾ പറഞ്ഞല്ലോ, ഏതാണ് ആ സ്വർഗീയ തോപ്പെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹിലഖു ദിക്ർ, ദിക്റിൻ്റെ മജ്ലിസുകളാണ്, ദിക്ർ ചൊല്ലുന്ന സദസ്സുകളാണ് ഈ ദുനിയാവിലെ സ്വർഗമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് വിശുദ്ധമായ റമളാൻ മാസമല്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് സംഘടിപ്പിക്കാമല്ലോ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ. ഭാര്യയും ഭർത്താവും മക്കളും ഉപ്പയും ഉമ്മയും മരുമക്കളും പേരമക്കളും എല്ലാവരും വട്ടത്തിലിരുന്ന് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന, അവന് തഹ്മീദും തക്ബീറും ചൊല്ലുന്ന ഒരു സദസ്സുകൾ, ഓരോ സദസ്സുകളും നമുക്ക് നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഭൂമിയിലെ സ്വർഗം നമ്മുടെ വീട്ടിൽ സംവിധാനപ്പെടുത്താൻ നമുക്ക് കഴിയും. അതിന് റമളാനിൽ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ചില മലക്കുകളുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നലില്ലാഹി മലായികത്തുൻ യതൂഫൂന ഫി തുർഖി യൽതമിസൂന അഹ്ല ദിക്ർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ്? അവർ ഈ ദുനിയാവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ദിക്റിൻ്റെ മജ്ലിസുകൾ നടക്കുന്നത്, എവിടെയാണ് ദിക്ർ ഹൽഖകളുള്ളത് എന്ന് നോക്കിക്കൊണ്ട് അവരിങ്ങനെ ദിക്റിൻ്റെ മജ്ലിസുകൾ പരതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ദിക്റിൻ്റെ മജ്ലിസുകൾ കണ്ടാൽ അവിടെ ചെന്നിരിക്കുകയാണ്. ആ മജ്ലിസ് അവസാനിച്ചാൽ അവർ ആകാശത്തിലോട്ട് കയറിപ്പോകുകയാണ്. അവിടെ പോയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ഈ ദിക്റിൻ്റെ മജ്ലിസിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നുണ്ട്, മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടിമകൾ എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് മലക്കുകൾ റബ്ബിനോട് പറയും, അല്ലാഹുവേ, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുമജ്ജിദൂനക. അല്ലാഹുവേ, അവർ ആ മജ്ലിസിൽ ഇരുന്ന് നിനക്ക് ദിക്ർ ചൊല്ലുകയാണ്, നിനക്ക് തസ്ബീഹ് ചൊല്ലുകയാണ്, നിനക്ക് തക്ബീർ ചൊല്ലുകയാണ്. അങ്ങനെയൊക്കെ മലക്കുകൾ അവർ ചൊല്ലുന്ന ആ പ്രവർത്തനങ്ങൾ, വാചകങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മലായികത്തിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അവരെനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി ഒരുപാട് ദിക്റുകൾ അവർ ചൊല്ലുന്നുണ്ടല്ലോ, അവർ എന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ? ആ സമയത്ത് മലക്കുകൾ പറയുന്നുണ്ട്, ലാ വല്ലാഹി മാ റഔക, അള്ളാഹുവിനെ അവർ കണ്ടിട്ടില്ല എന്ന് മലക്കുകൾ പറയുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, വകൈഫ ലൗ റഔനി, അവരെന്നെ കണ്ടാൽ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? ആ സമയത്ത് മലക്കുകൾ പറയുന്നുണ്ട്, ലൗ റഔക കാനൂ അശദ്ദ ലക ഇബാദ, പടച്ചവനെ, അവർ നിന്നെ കണ്ടിരുന്നെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർ ചൊല്ലുന്ന ദിക്റുകളുണ്ടല്ലോ, ഒന്നുകൂടെ ശക്തമായി അവർ ചൊല്ലുമായിരുന്നു എന്ന് അള്ളാഹുവിനോട് മലായിക്കത്തുകൾ പറയുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്താണ് മലക്കുകളെ ആ സദസ്സിൽ വെച്ച് അവരെന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്?
മലക്കുകൾ പറയുന്നു, അല്ലാഹുവേ യസ്അലൂനകൽ ജന്ന, അവർ സ്വർഗ്ഗത്തെയാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, വഹൽ റഔഹ, അതിനവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് മലക്കുകൾ പറയുന്നു, ലാ വല്ലാഹി യാ റബ്ബ് മാ റഔഹ, അവർ സ്വർഗത്തെ കണ്ടിട്ടില്ല പടച്ചവനെ. അല്ലാഹു തആല ചോദിക്കുന്നു, ഫകൈഫ ലൗ അന്നഹും റഔഹ, ആ സമയത്ത് അവരെങ്ങാനും സ്വർഗത്തെ കണ്ടിരുന്നെങ്കിലോ മലക്കുകളെ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ അവർ പറയും, ലൗ അന്നഹും റഔഹ കാനു അശദ്ദ അലൈഹാ ഹിർസ, അവർ സ്വർഗത്തെ കണ്ടിരുന്നെങ്കിൽ ആ ചോദ്യം ഒന്നുകൂടി ശക്തമായി അവർ ചോദിക്കുമായിരുന്നു. അവർക്ക് സ്വർഗത്തോടുള്ള താല്പര്യം കൂടുമായിരുന്നു. അവർക്ക് സ്വർഗത്തോടുള്ള കൊതിയും സ്വർഗത്തോടുള്ള ആഗ്രഹവും അവർക്ക് കൂടുമായിരുന്നു. വഅശദ്ദ ലഹും ത്വലബ, അവർ ധാരാളം ചോദിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്, മലക്കുകളെ എന്തിനെക്കുറിച്ചാണ് അവർ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, കാവൽ തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ മലക്കുകൾ പറയുന്നു, ഖാല യഖൂലൂന മിനന്നാർ, അല്ലാഹുവേ അവർ നിന്നോട് കാവൽ ചോദിക്കുന്നത് നരകത്തെക്കുറിച്ചാണ് പടച്ചവനെ. ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട്, വഹൽ റഔഹ, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ? മലക്കുകൾ പറയുന്നു, ലാ വല്ലാഹി യാ റബ്ബ് മാ റഔഹ, അവർ ആ നരകത്തെ കണ്ടിട്ടില്ല പടച്ചവനെ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവർ ആ നരകത്തെ കണ്ടിരുന്നെങ്കിലോ? മലക്കുകൾ പറയുന്നുണ്ട്, ലൗ റഔഹ കാനു അശദ്ദ മിൻഹാ ഫിറാറ, അവരെങ്ങാനും ആ നരകത്തെ കണ്ടിരുന്നെങ്കിൽ അവർ ആ നരകത്തിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. അവർ നിന്നോടുള്ള കാവൽ തേട്ടം ശക്തമാക്കുമായിരുന്നു. ധാരാളം 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 ആവർത്തിച്ച് അവർ ആ നരകത്തെ തേട്ടത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമ്പോൾ ഖാല യഖൂലു മലകും മിനൽ മലായികതി, ആ മലക്കുകളെ കൂട്ടത്തിലുള്ള ഒരു മലക്ക് അല്ലാഹുവിനോട് പറയുമത്രേ, പടച്ചവനെ ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും, ആ ദിക്റിന്റെ മജ്ലിസിൽ ഒരാളുണ്ടായിരുന്നു അല്ലാ, അയാൾ ദിക്റിന് വേണ്ടി വന്ന ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ ആ കൂട്ടത്തിൽ ഇരുന്നിരുന്നു എന്ന് ഒരു മലക്ക് റബ്ബിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നുണ്ട്, ഹുമുൽ ജുലസാഉ ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, മലക്കുകളെ ആ സദസ്സിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ടോ ഒരാളും പരാജിതരിൽ പെടൂല. ആ സദസ്സിൽ പങ്കെടുത്ത ദിക്റിന്റെ ഉദ്ദേശം വെച്ച് വന്നവനല്ലെങ്കിലും ആ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അവർ പരാജിതരിൽ പെടൂല, അവർ പരാജയപ്പെട്ടു പോകൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദിക്റിന്റെ മജ്ലിസുകൾ തെരഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാലാഖമാർ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ ദിക്റിന്റെ മജ്ലിസുകൾ കണ്ടാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസുകൾ കണ്ടാൽ അവർ ആ മജ്ലിസിൽ കയറിയിരുന്ന് അവരുടെ ചിറക് വിരിച്ച് ആ മജ്ലിസിലുള്ളവർക്ക് തണൽ വിരിച്ചു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മുടെ പള്ളികളിൽ ദിക്റിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാർ നിർബന്ധമായും ആ മജ്ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പരാജിതരിൽ പെടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഓഫർ നമ്മൾ തട്ടിക്കളയല്ലേ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്കും സംഘടിപ്പിക്കാലോ. മരുമക്കളെ വിളിച്ചിട്ട്, മക്കളെ വിളിച്ച്, ഭർത്താവിനെ വിളിച്ച്, പേരമക്കളെ വിളിച്ച്, മാതാപിതാക്കളെ വിളിച്ച് എല്ലാവരും കൂടി വീടിൻ്റെ ഒരു റൂമിൽ, അതല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാനായി തയ്യാർ ചെയ്ത റൂമിൽ, അതല്ലെങ്കിൽ ശുദ്ധിയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ മുസല്ലയും പായൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് അവിടെ സദസ്സൊരുക്കി നിങ്ങൾ ആ വീടിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങൾ ദിക്റ് ചൊല്ലുമ്പോൾ, അള്ളാഹനെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാർ കടന്നു വരികയാണ്. നിങ്ങൾക്ക് ആ മാലാഖമാർ ചിറക് വിരിച്ച് നൽകുകയാണ്.
നിങ്ങൾ ഭൂമിയിലുള്ള സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുകയാണ്, നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുകയാണ്, നീറുന്ന നൂറ് പ്രയാസങ്ങൾക്ക് ആശ്വാസം കിട്ടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധമായ റമളാൻ മാസം അതിനുവേണ്ടി നാം ഒരുങ്ങണം. അള്ളാഹുവിന് ധാരാളമായി നമ്മൾ ദിക്റ് ചൊല്ലണം. ഒരുപാട് ദിക്റുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ ചൊല്ലാനുള്ള ദിക്റുകൾ, പ്രദോഷത്തിൽ ചൊല്ലാനുള്ള ദിക്റുകൾ, കടം കൊണ്ട് വലയുന്നവർക്കുള്ള ദിക്റുകൾ, ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ദിക്റുകൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ദിക്റുകൾ, അങ്ങനെ എത്രയോ ദിക്റുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഹദീസിൽ കാണാലോ. അവിടുന്ന് പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നമ്മുടെ നാക്കിന് ഉച്ചരിക്കാൻ വളരെ എളുപ്പമുള്ള പ്രയാസമില്ലാത്ത രണ്ട് വാക്ക്, സഖീലത്താനി ഫിൽ മീസാൻ, നാളെ നമ്മുടെ നന്മ തിന്മകളെ തൂക്കുന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന ആ രണ്ട് വാക്ക്. ഏതാണ് ആ രണ്ട് വാക്ക്? ഹബീബത്താൻ ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പ്രിയപ്പെട്ട രണ്ട് വാക്ക്. ഏതാണ് ആ വാക്ക്? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആലോചിക്കണം, എത്ര സുന്ദരമായി, എത്ര ലളിതമായി, ഈസിയായി, പ്രയാസമില്ലാതെ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന വളരെ ചുരുങ്ങിയ രണ്ട് വാക്കുകൾ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ രണ്ട് വാക്ക് റഹ്മാനായ റബ്ബിന് വലിയ പ്രിയമാണത്, നാളെ തുലാസിൽ ഭാരം തൂങ്ങുന്നതാണത്. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ പുന്നാര നബി പറഞ്ഞു, അഹബ്ബുൽ കലാം ഇലല്ലാഹി അർബഅ, നാല് വാക്കുകൾ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാല് വാക്കുകളുണ്ട്. ഏതാണ് ആ നാല് വാക്കുകൾ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് അല്ലാഹുവിന് പ്രിയപ്പെട്ട നാല് വാക്കുകളാണ്. ലാ യളുറുക ബിഅയ്യിഹിന്ന ബദഅത. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ നാല് വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്തു തുടങ്ങിയാലും നിങ്ങൾക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല, ഒരു പ്രയാസവും അനുഭവപ്പെടുകയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖാല ഇദാ അസ്ബഹ, ആരെങ്കിലും പ്രഭാതത്തിൽ ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ദിക്റാണ്. ഈ ദിക്ർ ആരെങ്കിലും പ്രഭാതത്തിൽ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ, കാന ലഹു ഇദുലു റഖബത്തിൻ മിൻ വലദി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം, ആ പ്രതിഫലം ഈ ദിക്ർ ചൊല്ലിയയാളിന് ലഭിക്കുകയാണ്. മാത്രമല്ല വകുത്തിബ ലഹു അശ്റു ഹസനാത്ത്, അവന് 10 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. വഹുത്ത അൻഹു അശ്റു സയ്യിആത്ത്, അവന് 10 തിന്മകൾ അവനിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. വറുഫിഅ ലഹു അശ്റു ദറജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 10 പദവികളെ അല്ലാഹു ഉയർത്തുകയാണ്. മാത്രമല്ല വകാന ഫീ ഹിർസിൻ മിനശ് ശൈത്താൻ ഹത്താ യുംസിയ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈകുന്നേരം വരെ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ശൈത്താന്റെ ഷർറുകളിൽ നിന്ന് ഈ മനുഷ്യന് കാവലാണ്. വൈകുന്നേരം ചൊല്ലിയാലോ സുബ്ഹി വരെ, പ്രഭാതം വരെ ശൈത്താന്റെ ഷർറുകളിൽ നിന്ന് ഈ മനുഷ്യന് അല്ലാഹു കാവൽ കൊടുക്കുമത്രേ. ഇങ്ങനെ ധാരാളം ദിക്റുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളോട് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഈ പ്രയാസ
പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക, റബ്ബിനെ സ്മരിക്കാൻ നമ്മൾ തുടങ്ങുക. ദിക്റുള്ളയാണ് അതിൻ്റെ പരിഹാരമെന്ന് നമ്മൾ ഓർക്കുക. അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചൊല്ലുക. അങ്ങനെ സത്യവിശ്വാസികളായ നാം വിശ്വാസികളെ വിളിച്ച് ആഹ്വാനം ചെയ്തതുപോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം ധാരാളം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുന്ന നല്ല അടിമകളായി തീർന്ന് അവസാനം നാളെ ആഖിറത്തിൽ നമ്മുടെ തിന്മകളെ തൂക്കുമ്പോൾ അവിടെ ദിക്ർ കൊണ്ട് നമ്മുടെ നന്മകളെ തൂങ്ങിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് വിശുദ്ധമായി റമളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും മുഴുവൻ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല സിഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, വല്യപ്പ-വല്യമ്മമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വസിയ്യത്ത് ചെയ്ത് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رمضان ده رحمة من ربنا نعمة بيحل حياتنا ويفرش ورود.